Hello guys, so get ready with me to go for a wedding. Starting off with my favorite moisturizing cream, Aveeno moisturizing lotion ആണ്. ഈ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസിങ് ലോഷൻ ചെന്നൈ വെതറിന് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആണ്. അത് നല്ലതുപോലെ ഞാൻ മസാജ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് ഇടാണ്. ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമർ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ പാക്കിൻ്റെ ഒരു ചെറിയ മിനി സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടു വെനെവർ ഐ ട്രാവൽ. അപ്പോൾ ക്യാരിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൈമർ തന്നെയാണ്. സോ ഞാനിത് ഇടാൻ പോകുന്നത് എൻ്റെ ഫേസിൽ പോഴ്സ് ഉള്ള ഭാഗത്തും സ്വെറ്റ് കൂടുതലാവാൻ ചാൻസ് ഉള്ള ഭാഗത്തും കൂടിയാണ്. അത് നല്ലതുപോലെ ഒരു ഷീൽഡ് പോലെ എൻ്റെ മുഖത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഗെയിം വാസ് റിയലി വെൽ, ഇറ്റ് പ്ലേഡ് റിയലി വെൽ ഓൺ മൈ ഫേസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാക്കിൻ്റെ മൈക്രോ ഫിക്സർ ആണ് ഉപയോഗിക്കുന്നത്. മൈക്രോ ഫിനിഷർ ഫിക്സർ, അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. ഐ റിയലി ലവ് ഹൗ ഇറ്റ് ആക്ച്വലി വർക്ക്സ് ഓൺ മൈ ഫേസ്. അതായത് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മേക്കപ്പ് ഒരിക്കലും അനങ്ങത്തില്ല. അത്രയും നല്ലൊരു ഫിക്സറാണ്. ഞാനിത് സ്റ്റാർട്ടിന് പ്രെപ്പ് പോലെ യൂസ് ചെയ്യാറുണ്ട് ആസ് എ പ്രൈമറിൻ്റെ ടോപ്പായിട്ട്. അത് കഴിഞ്ഞ ശേഷം ഇതവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മൾ മിസ്റ്റ് ആയിരുന്നല്ലോ നമ്മളെ ഫേസിന് ഇട്ടത്, അതൊന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഓരോ ഭാഗത്തും അതിൻ്റെ മിസ്റ്റി കൈൻഡ് ഓഫ് തിങ്സ് ബാക്കി ഉണ്ടാവും. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിനെ കൊണ്ട് ചെയ്യുന്നത്. LA Girl's പ്രോ കൺസീലർ കളർ കറക്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓറഞ്ച് കളറാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പീച്ച് വാങ്ങിച്ചോളൂ. ഐ ഓൾറെഡി ഹാവ് ദിസ്, സോ ഐ എം യൂസിങ് ഇറ്റ്. സോ നിങ്ങൾ എപ്പോഴും ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ഹാൻഡഡ്ലി ആണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഓക്സിഡൈസ് അപ്പം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ഫൗണ്ടേഷനൊക്കെ ഒന്നും കൂടി ഡാർക്കർ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൽ ഞാൻ പറയുന്നുള്ളതാണ് നമ്മൾ ഗെയിം ചേഞ്ച് ആയി പോകുന്നത് മേക്കപ്പിൻ്റെ. ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി. സോ ഞാനത് ടിഷ്യൂ കൊണ്ട് തുടച്ച് കളയാണ്. അത്രയും കൂടാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പാക്കിൻ്റെ തന്നെ ഫൗണ്ടേഷൻ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാനിത് വാങ്ങിച്ചത് ഒരു ഷെയ്ഡ് ഡാർക്കർ, ഒരു ഷെയ്ഡല്ല കുറേ ഷെയ്ഡ്സ് ഡാർക്കർ ആയിപ്പോയി. ബട്ട് ദെൻ ഐ ക്യാൻ ഫിക്സ് ഇറ്റ് വിത്ത് യൂസിങ് അനദർ കൺസീലർ. സോ ഞാൻ ഇത് വാങ്ങിയപ്പോൾ ലൈക്ക് വി ഓൾ ഡു മോൾ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു. ബട്ട് ദെൻ പുറത്ത് വന്നപ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിപ്പോയി. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് to have this in your vanity because it's such a beautiful one because നിങ്ങൾ സ്വെറ്റ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, നല്ല ബിൽഡബിൾ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കൂടിയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിന് ഒന്ന് വേറൊരു ഫൗണ്ടേഷനും കൂടി ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫ്രം ബോബി ബ്രൗൺ. ഇതിൻ്റെ ഷെയ്ഡും കുറച്ച് ഡാർക്കർ ആയിപ്പോയി ഞാൻ വാങ്ങിയത്. എനിക്ക് 1-2 ഷെയ്ഡ്സ് ലൈറ്റർ ആവണുണ്ടായിരുന്നു. ബട്ട് ദെൻ വാട്ട് ടു ഡു, അത് ഫുള്ളായിട്ട് നമ്മൾ ഫേസിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് വിത്ത് മൈ ബ്യൂട്ടി ബ്ലെൻഡർ ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൺസീലർ LA Girl's അത് പ്യോർ ബേജാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഓൾമോസ്റ്റ് എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് പ്യോർ ബേജ് എന്തായാലും വാങ്ങിക്കാം, അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത് അണ്ടർ മൈ ഐ, നോസ് ഏരിയ ആൻഡ് മൗത്ത് ഏരിയയിൽ, പിന്നെ അബവ് മൈ നോസ് ബ്രിഡ്ജ് ആൻഡ് ദെൻ ടീ സോൺ പോലെ മേലെ ഫോർഹെഡിൻ്റെ അവിടെയും ഫുള്ളായിട്ട് ചെയ്യാണ്. അത് ഞാൻ ആദ്യം ഫിംഗേഴ്സിൽ കൂടിയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറിനെ കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ടു ഗെറ്റ് ദാറ്റ് സീംലെസ് ഫിനിഷ്. ഞാൻ എൻ്റെ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ ഫിംഗേഴ്സിലുള്ള വാംനെസ് ഇതിനൊന്ന് മെൽറ്റായി കിട്ടും, പിന്നെ ഒരു ഈവൻനെസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഐ മോസ്റ്റ്ലി ഡൂ ദിസ് വേ. അത് കഴിഞ്ഞ ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പാക്കിൻ്റെ മേക്കപ്പ് ഫിക്സർ ഒന്ന് യൂസ് ചെയ്യാണ്. അതും നല്ലതുപോലെ ഡാബ് ചെയ്തതിന് ശേഷം പൗഡർ യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫ്രം കോമ്പാക്ട് ഫ്രം മാക്കിൻ്റെ NC40 ആണ് എൻ്റെ ഷെയ്ഡ്. അത് ഫുൾ ഫേസിൽ യൂസ് ചെയ്യാണ്. എനിക്ക് ഈ മാക്കിൻ്റെ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഭയങ്കര ഇഷ്ടമാണ്. ഐ നോ മോസ്റ്റ് ഓഫ് യു ലൈക്ക് ഇറ്റ്. നല്ലൊരു കോമ്പാക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹൈ എൻഡ് ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ. ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ്. അത് ഞാൻ ഇതിലുള്ള ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ്
ട്രാൻസിഷൻ ഷെയ്ഡ് മീൻസ് എ കളർ വിച്ച് ഇസ് ക്ലോസ് ടു അവർ സ്കിൻ ടോൺ, പക്ഷെ വേറൊരു ഷെയ്ഡായിരിക്കണം എന്നേ ഉള്ളൂ. ഞാൻ എടുക്കുന്നത് ഈ ഒരു പീച്ച് കളർ ഫ്രം ദിസ് പാലറ്റാണ്. ഇത് എൻ്റെ ഐലിഡിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാൻ മറക്കരുത്. ഈവൻ ബോത്ത് ദി ഐസ് ഐ എം ഗോണ ഡു ഇറ്റ്. അത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലുള്ളൊരു ബ്രൗൺ കളർ ഉണ്ട്, യു ക്യാൻ യൂസ് എനി ബ്രൗൺ കളർ. അത് ഞാൻ എടുത്തിട്ട് സൈഡിലോട്ട് മാത്രം, ദാറ്റ് ഈസ് ഔട്ടർ കോർണർ ഓഫ് മൈ ഐലിഡ് ടോപ്പ് പാർട്ടിൽ മാത്രം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളി അല്ല, ദാറ്റ് ഈസ് വൈ എഫ് ടോൾ, അതായത് കോർണറിൽ മാത്രമായിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഐസിന് നല്ലൊരു ഷേപ്പ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 ഷിമ്മർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഗോൾഡ് ആൻഡ് ഒരു കോപ്പറിൻ്റെ ലൈറ്റോ ഷെയ്ഡോ ആണെങ്കിൽ പറയാം. അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിഡിൻ്റെ ഫ്രം ദി ഇന്നർ കോർണർ ടു ദി മിഡിൽ അല്ലെങ്കിൽ എൻഡ് വരെ ഞാനത് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രൗണും ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡും രണ്ടും കൂടി ഈ ഒരു ബ്രഷിൽ മിക്സ് ചെയ്തിട്ട് താഴത്തെ ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മേലെ മാത്രം ഇട്ട് കൊടുത്താൽ അതിനൊരു ഫിനിഷ് ഉണ്ടാവില്ല, ബിക്കോസ് ഹെവി മേക്കപ്പ് ആണല്ലോ നമ്മൾ ഇടുന്നത്. സോ താഴത്തെ ഭാഗം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫിനിഷ് ഉണ്ടാവും. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, ഇപ്പം എല്ലാം ഒരേ കളർ ആയിട്ടുണ്ടല്ലോ, അതായത് ഫ്ലാറ്റ് ലുക്കാണ്. അതിന് കുറച്ച് ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടോർ യൂസ് ചെയ്യുന്നത്. സോ കോൺടോർ ഞാൻ എൻ്റെ ചീക്ക് ബോണിൻ്റെ താഴെ നമ്മൾ ഇടുന്ന ബ്ലഷ് പോയിട്ടുണ്ടെങ്കിലും ഈ ടിൻറ്റ് അവിടെ തന്നെ കിടക്കും. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ബ്ലഷായി യൂസ് ചെയ്യുകയാണ് ആസ് എ ക്രീം ബ്ലഷ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഈ ഒരു പൗഡർ ബ്ലഷ് യൂസ് ചെയ്യാണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് പിങ്ക് കളർ. ടേക്കിംഗ് ദിസ് റെഡ് കളർ ലിക്വിഡ് ലിപ്സ്റ്റിക്, അത് ഞാൻ എൻ്റെ ചിൻ ചീക്ക് ആൻഡ് എവിടെയൊക്കെയോ ബ്ലഷ് വേണ്ട അവിടെയൊക്കെ യൂസ് ചെയ്യാണ്. ക്രീം ബ്ലഷ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൗഡർ ബ്ലഷ് എടുക്കുകയാണ്. ദാറ്റ് ഇസ് ഫ്രം കെ ബ്യൂട്ടി. നല്ലൊരു പിങ്ക് ഷെയ്ഡാണത്. കോൺടോർ യൂസ് ചെയ്ത ഭാഗത്തൊക്കെ ഞാൻ ഈ ഒരു ബ്രോൺസർ യൂസ് ചെയ്യുകയാണ് ടു ഗെറ്റ് ദാറ്റ് എക്സ്ട്രാ ഗ്ലോ. എന്നിട്ട് മാക്കിൻ്റെ സ്ട്രോബ് ക്രീം എടുത്ത് നമ്മൾ എവിടേക്കാണോ ഹൈ പോയിൻറ്റ്സ് ഉണ്ടോ അവിടെയൊക്കെ യൂസ് ചെയ്യുകയാണ്. ബ്രൗൺ കളർ കാജലിനെ കൊണ്ട് ഞാൻ എൻ്റെ അബവ് മൈ ഐസ് ആൻഡ് വാട്ടർ ലൈൻ അണ്ടർ അവിടെ യൂസ് ചെയ്യാണ്. എന്നിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോറിയലിൻ്റെ ഈ ഒരു ഐലൈനറിനെ കൊണ്ട് ഫുള്ളായിട്ട് ലൈൻ ചെയ്യുകയാണ്. ആൻഡ് ദെൻ കേർലിംഗ് മൈ ലാഷസ് ആൻഡ് ഗോയിങ് അബവ് വിത്ത് മൈ മസ്കാര. നല്ലതുപോലെ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്, അബവ് ആൻഡ് ലോവർ. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. വട്ട് എവർ ഈസ് ലെഫ്റ്റ് ഔട്ട് ഓഫ് മൈ വാണ്ട് അത് ഞാൻ എൻ്റെ ഐബ്രോസിലേക്ക് യൂസ് ചെയ്യാം. ആൻഡ് ദെൻ ടേക്കിംഗ് ദിസ് ലിപ്പ് ലൈനർ, ഒരു ബ്രൗൺ കളർ ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഫുള്ളായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഷെംബോറിൻ്റെ ഈ ഒരു പിങ്ക് കളർ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഇറ്റ്സ് എ വൈബ്രൻറ്റ് പിങ്ക്. പക്ഷെ എനിക്ക് ഈ പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പിങ്ക് ഇല്ല. പക്ഷെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത് തന്നെ ഈ ഒരു കളർ കണ്ടിട്ട് തന്നെയാണ്. അത് നല്ലതുപോലെ സ്മഡ്ജ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാൻ ബ്ലോട്ട് ചെയ്യുന്നുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്. ഇതിനൊന്ന് ടോൺ ഡൗൺ അല്ല, ജസ്റ്റ് ഒരു ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ്റെ ടോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നു. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ന്യൂഡ് ബ്രൗൺ ആണ് കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇത് ഫുള്ളി തീർന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി, ബിക്കോസ് ഞാൻ അത്രയും യൂസ് ചെയ്തിരുന്നു. ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അതിനെ ഒന്നും കൂടി ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആ ഒരു ബുള്ളറ്റ് 5th ബുള്ളറ്റാണെന്ന് തോന്നുന്നു, അതും തീർന്നു. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ലാക്മേൻ്റെ ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ഓൾവേസ് കീപ്പ് ഇൻ യുവർ മൈൻഡ്, അതായത് ഷാംപൂ ഇട്ടിട്ട് നമ്മൾ ഹെയറിലുള്ള എല്ലാ ഓയിലും ഒന്ന് കളയുക. അതിന് ശേഷം നല്ലോണം ഡ്രൈ ആവണം നമ്മൾ ഹെയർ. ആൻഡ് ദെൻ ഡു ഇറ്റ് ദിസ് വേ, അതായത് മേലോട്ട് വലിച്ചിട്ട് വിടുക. നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ചെയ്യരുത്, ഇങ്ങനെ താഴോട്ട് ഞാനിപ്പം ചെയ്യുന്ന പോലെ അല്ല, അത് നമ്മൾ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അതായത് മേലോട്ട് വലിച്ച് ചെയ്യും. അപ്പോൾ ആ ഒരു ബൗൺസ് ഉണ്ടാവും ഹെയറിന്, ഫ്ലാറ്റായി കിടക്കില്ല, ഒരു ബൗൺസ് ഉണ്ടാവും ഹെയറിന്. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി ഹെയർ അത്ര ലോങ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഐ ഹാവ് കട്ട് മൈ ഹെയർ നൗ. So yeah, I'm done with my makeup. എൻ്റെ ഹെയറും മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റിലേക്കാണ് പെർഫ്യൂം അടിക്കാറ്. സോ ഇത് ഞാൻ പെർഫ്യൂം ഉപയോഗിച്ചിട്ടുള്ളത് ഹ്യൂഗോ ബോസിൻ്റെ സിഗ്നേച്ചർ 1 ആണ്. ഇറ്റ്സ് റിയലി ഗുഡ് മീൻസ് നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഇറ്റ് ലാസ്റ്റ് റിയലി ലോnger. അപ്പോൾ വി ആർ ഓൾ സെറ്റ്. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.